അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി രണ്ടാം വരവിന് തയ്യാറെടുത്ത് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ പൂർത്തിയായത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ എന്തായിരിക്കും അടുത്ത 4 വർഷം അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ നയം, അതെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മെക്സിക്കൻ അതിർത്തിയിൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ഔട്ടാണ്. അതോടൊപ്പം തന്നെ ഇനി ഗൾഫ് ഓഫ് മെക്സിക്കോ അല്ല, ഗൾഫ് ഓഫ് അമേരിക്കയാണ്. അങ്ങനെ എല്ലാത്തിലും നിലപാട് കടുപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആദ്യ ദിവസം തന്നെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയാണ്. US ബഹിരാകാശ യാത്രികർ ചൊവ്വയിലെത്തും, ബഹിരാകാശ രംഗത്ത് പുതിയ ഉയരങ്ങളിലെത്തുമെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജിജിൻ ജയപാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിജിൻ, ട്രംപും ഇന്ത്യയും സംബന്ധിച്ച്, അല്ലെങ്കിൽ ട്രംപും മോദിയുമായുള്ള ആത്മബന്ധം, അത് നമ്മൾ ഓരോരുത്തരും ഓരോ തവണയും കണ്ടതാണ്. കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അബ്കി ബാർ ട്രംപ് എന്ന് പറഞ്ഞ മോദിയെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വീണ്ടും ട്രംപ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ അമേരിക്ക ബന്ധം? ഇത്തവണ ഇന്ത്യയിലേക്ക് വരുമെന്നും കേൾക്കുന്നു, ഈ വർഷം തന്നെ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരവും ഇന്ത്യക്കാരെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയുമുള്ള ഒരു 2.0 ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പുറത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന തീരുമാനങ്ങളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് മോദിയും ട്രംപും തമ്മിൽ വളരെ നല്ല ദൃഢമായ ബന്ധമാണുള്ളത്, സൗഹൃദമാണുള്ളത്. ഇരു നേതാക്കളും തമ്മിൽ എവിടെ വെച്ച് കണ്ടാലും കൈകൊടുക്കുകയും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇരു നേതാക്കളും പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. ട്രംപ് മോദിയെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണിച്ചിരുന്നു. മോദിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രി അവിടെ പങ്കെടുക്കുന്നത്. S. ജയശങ്കറാണ് പങ്കെടുത്തത്. വളരെ ചുരുക്കം ലോക നേതാക്കൾ മാത്രമാണ് ഈ ട്രംപിന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുത്തിട്ടുള്ളത്, ക്ഷണമുണ്ടായിരുന്നത്. അതിലൊന്ന് ഇന്ത്യക്കാണ് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് മാത്രം അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. 2, അമേരിക്കയിലെ വിസ നിയമം. ഈ 2 നിയമങ്ങളിലും നമുക്ക് ആശങ്കയുണ്ട്. സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന. കുടിയേറ്റം സംബന്ധിച്ച തീരുമാനവും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെക്സിക്കോയിലെ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് ഇതാണ് തീരുമാനമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെയും കാര്യത്തിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് ട്രംപ് എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഒരുപക്ഷെ ഇന്ത്യയുമായുള്ള വാണിജ്യ കരാറും മറ്റ് ആയുധ കരാറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കടുംപിടുത്തം ഇന്ത്യയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ത്യക്ക് മാത്രമായി എന്തെങ്കിലും ഇളവ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതാനാകില്ല. മെക്സിക്കോയുടെ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെയുള്ള അമേരിക്ക ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ട്രംപ് കാണുന്നത് മെക്സിക്കോയിൽ നിന്നുള്ള ആളുകളുടെ പ്രവേശമാണ്, കുടിയേറ്റമാണ്, നുഴഞ്ഞുകയറ്റമാണ്. ബൈഡൻ പറഞ്ഞത് ഈ അവിടെ ഉണ്ടായിരുന്ന മതിൽ പൊളിച്ചു മാറ്റാൻ ബൈഡൻ തീരുമാനിച്ചിരുന്നു. ആ മതിൽ കൂടുതൽ ശക്തമാക്കി ഉയർത്താനാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെക്സിക്കോയിൽ നിന്നുള്ളവരെ, അത് ഇൻവാഷൻ എന്നാണ് ട്രംപ് അതിനുപയോഗിച്ചിരിക്കുന്ന ഭാഷ. അതായത് കടന്നുകയറ്റമെന്നോ നുഴഞ്ഞുകയറ്റമെന്നോ ഒക്കെ തന്നെയാണ് ട്രംപ് അതിനെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയെയും ഇനി വച്ചുപറിപ്പിക്കാനാകില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ട്രംപ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഇനി ഒപ്പിടുന്ന പരിപാടികളാണ്. 100 ഉത്തരവുകളെങ്കിലും ഇന്ന്